എപ്പോഴും ടെൻഷൻ പറയുന്നവരാവരുത്. എന്ത് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാ, ഗോയിങ് ആസ് വെൽ, നന്നായിട്ട് പോകുന്നു. ചില ആൾക്കാർ എന്തുണ്ട് വിശേഷം, അങ്ങനെ പോകുന്നു. എങ്ങനെ? ഒരു തട്ടുകടക്കാരനോട് ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത്, പകല് എടിയും പോകുന്നതൊന്നും കാണില്ല, രാത്രി എവിടെ പോക്കണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പോയാ പോരാ. അൽഹംദുലില്ലാ എപ്പോഴും പറയണം. അവ്വലുമായുദഊന ഫിൽ ജന്നതി അൽഹമ്മാദൂന ഫിസ്സറാഇ വല്ലറാ. സ്വർഗത്തിലേക്ക് ആദ്യം ക്ഷണിക്കപ്പെടുന്നത് ആരെയാണെന്നറിയോ? സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും അൽഹംദുലില്ലാ പറയുന്നവരെയാണ്. നിങ്ങൾ നോക്ക്, ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പഴുപ്പ് ബാധിച്ചു. ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഐക്യകണ്ഠേന പറഞ്ഞു, പഴുപ്പ് ബാക്കി അവയവങ്ങളിലേക്ക് പകരാതിരിക്കണമെങ്കിൽ കാല് മുറിക്കപ്പെടണം എന്ന് പറഞ്ഞു, മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞു. ഓക്കെ, മുറിക്കാം. പക്ഷേ മുറിക്കണ സമയത്ത് അസഹനീയമായ വേദനയായിരിക്കും. ലഹരിയോ മറ്റോ കഴിക്കണം. അയ്യടാ, അതിനെന്നെ കിട്ടൂല, ഞാൻ ദിക്റേലിക്കോളാം. അങ്ങനെ ദിക്റും ചൊല്ലിയിട്ട് മഹാനവറുകളുടെ കാൽ മുറിച്ചു മാറ്റി. ആ വേദന കഴിഞ്ഞ ഉടനെ മഹാൻ പറഞ്ഞ വാക്കെന്താ അറിയാ? ഫലക്കൽ ഹംദു യാ അല്ലാഹ്, എൻ്റെ റബ്ബിനാണ് സർവസ്തുതി. ഈ സംഭവം നടന്നതിന്റെ തൊട്ടു പിറ്റേത്തെ ദിവസം ഇഷ്ടപ്പെട്ട മകനായ മുഹമ്മദ് എന്ന മോൻ വാഹനപ്പുറത്തുനിന്ന് വീണ്ടും മരണപ്പെട്ടു. ഈ വിവരം ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മുഹമ്മദ് എന്ന നിങ്ങളുടെ മക്കളിൽ ഏറ്റവും പൊന്നോമന മോൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മഹാൻ പറഞ്ഞു, ഫലക്കൽ ഹംദു യാ അല്ലാഹ്. ഇത് രണ്ടിനും സാക്ഷിയായ ആൾക്കാർ ചോദിച്ചു, ഇന്നലെ കാല് മുറിക്കപ്പെട്ടപ്പോഴും ഇന്ന് മകൻ നഷ്ടപ്പെട്ടപ്പോഴും പറയുന്നത് ഫലക്കൽ ഹംദു യാ അല്ലാഹ് എന്നാണല്ലോ, എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അതിന് മഹാൻ പറയാ, എനിക്ക് 2 കൈ 2 കാല്, ടോട്ടൽ 4. ഇതിൽ നിന്ന് 1 പോയിട്ടുള്ളൂ, 3 ഇല്ലേ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? 4 3 എനിക്ക് ബാക്കി വെച്ചിട്ട് 1 അല്ല കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ എനിക്ക് 7 മക്കൾ, അതിൽ 1 കൊണ്ടുപോയിട്ടുള്ളൂ, 6 ഇല്ലേ. ഞാൻ പിന്നെ അള്ളാഹിനെ പുകഴ്ത്തല്ലാതെ പിന്നെന്താ വേണ്ടത്? ഈ 6 മക്കളെ കാണുമ്പോൾ എനിക്ക് പുകഴ്ത്താനാ തോന്നണത്. എനിക്ക് 3 ഉണ്ട്. കൂട്ടുകാരെ, ആലോചിക്കേണ്ടതാണിത്. എപ്പോഴും ടെൻഷൻ പറയാ, എപ്പോഴും വിഷമം പറയാ, ഇതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. അങ്ങനെയല്ല നമ്മളാവേണ്ടത്. തവക്കുലിന്റെ അഹ്ലുകാരാവണം. നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗുഹയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ശത്രുക്കൾ മുകളിലേക്ക് വരെ കയറി. ഇനി അവര് ഈ 2 മഹാന്മാരെ കാണാൻ ഒറ്റൊന്ന് ചെയ്താൽ മതി. എന്ത്? ആ മറ്റേ മൈക്രോസ്കോപ്പ് എടുത്തിട്ട് അല്ല, ഒന്നും എടുക്കണ്ട, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖം ജസ്റ്റ് ഒന്ന് അവരുടെ കാലിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കിയാൽ മതി. എന്നാൽ ലറആന, നമ്മളെ കാണും നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ തങ്ങൾ എന്താ പറഞ്ഞേ? എന്താ പറയുന്ന അബൂബക്കറെ, ഇന്നല്ലാഹ മഅന, നമ്മളൊന്നിച്ച് അല്ലാഹുണ്ട് മോനെ. ആ വാക്കാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. എപ്പോഴാ ഈ വാക്ക് പറയണത്? അവരുടെ തല പർവ്വതത്തിന്റെ മേലെ കയറിയിട്ട് ഒന്ന് ചെരിച്ചാ മതി, താഴ്ത്തിയാ മതി. എന്നാൽ ലറആന, നമ്മളെ കാണും എന്ന് പറഞ്ഞപ്പോഴാ പറയണത്, കാണൂല, അങ്ങനെയൊന്നും കാണൂല, അല്ലുണ്ട്. എന്നിട്ട് അവര് താഴെ ഇറങ്ങിയിട്ട് ഗുഹയിലേക്ക് നോക്കുമ്പോഴേക്ക് 2 ചെടി അള്ളാഹു മുളപ്പിച്ചിട്ടുണ്ട്. ഒരു ഇല സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഒരു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുഖം അർപ്പിച്ചു. ഉടനെ റബ്ബ് മെസ്സേജ്, ആർക്ക്? ചിലന്തി വലക്ക്. എന്ത്? ഹൈ സ്പീഡില് ചിലന്തി കെട്ടണം. 3 മണിക്കൂർ കൊണ്ട് കെട്ടേണ്ടത് 3 മിനിറ്റിന്റെ ഉള്ളിൽ കെട്ടിക്കണം. നടക്കട്ടെ, പണി തുടങ്ങിയേക്കോ. പ്രാവിനോട് മുട്ടയിടാൻ ഏതാ വർക്ക് അവര് സ്പീഡായിട്ട്. എന്നിട്ട് ഈ പ്രാവിന്റെ പേരക്കുട്ടികളായി ഇപ്പം മക്കത്തും മദീനത്തും അതിമനോഹരമായിട്ട് പറന്ന് കളിക്കണത്. എന്റെ ഉപ്പാപ്പിയും ഉമ്മാമിയും റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തതുകൊണ്ട് പേരക്കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനം.
എന്നിട്ട് അവർക്ക് ഗോതമ്പ് മണി യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും. എന്നിട്ട് അവര് കാഷ്ടിക്കുന്ന കാഷ്ടം വൃത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ, എന്നിട്ട് സൗദി ഗവൺമെന്റ് സാലറിയും. അല്ല പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനെക്കുറിച്ച് ബൂസിരി ഇമാം പറയണ്ടേ, ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമി. അവര് വിചാരിച്ചു ചെലന്തി മുട്ട. അപ്പൊ അതിന്റെ ഇടയിൽ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, ഒന്ന് കയറി നോക്കിയാലോ ആ ഗുഹയില്. അപ്പൊ ശത്രുക്കളിൽപ്പെട്ട വേറൊരാൾ പറയുന്നുണ്ട്, എന്ത് പൊട്ടത്തരാണ് പറയണത്, ആ ചെലന്തി വല ഇവര് കേറിയിനെങ്കിൽ പൊട്ടൂലേ, പ്രാവ് അവിടെ മുട്ടിടോ? ഓ ശരിയാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് ബൂസൂരി ഇമാമിന് ഒരു വർത്താനുണ്ട്, ഒരാളെ അള്ളാഹ്ക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ AK-47 റഡാർ സിസ്റ്റം, കോട്ട, മതില് ഒന്നും വേണ്ട, ചെലന്തി വല മതി. അല്ല പിന്നെ ചെലന്തി വല മതി. ഏത് നൂതുമ്പൊക്കെ പൊട്ടുന്ന ചെലന്തി വല മതി ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ. അള്ളാഹു ഏറ്റെടുക്കണം. ആ ഗണത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മോമിനീങ്ങളെ, ആ ഗുണമാണ് നമുക്കുണ്ടാവേണ്ടത്, തവക്കുൽ. ഈ ലോകത്തേക്ക് നമ്മൾ എത്തണം, തവക്കുലിന്റെ ലോകം. അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. വില്ലിങ്ങനെ വെച്ച് ഇബ്രാഹിം നബിയെ കെട്ടിയിട്ടിട്ട് അമ്പാക്കി വിട്ടു, തീക്കുണ്ടാരത്തിലേക്ക് വിട്ടു. തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു മലക്ക് വന്നിട്ട് ചോദിച്ചു, വല്ല ആവശ്യമുണ്ടോ? ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്നിലേക്ക് ഒരാവശ്യമില്ല, ഏൽപ്പിക്കണ്ട, അള്ളാഹിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു വർത്താനം. അപ്പോഴേക്ക് സ്വർഗത്തിലെ സോഫ, സ്വർഗത്തിലെ കമീസ് എല്ലാം അവിടെ സെറ്റാ. ആ കമീസ പിന്നെ യൂസുഫ് നബിക്ക് അങ്ങനെ കിട്ടിയ കമീസ് കണ്ട. നമ്രൂദിന്റെ മകൾ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി എന്ന മഹാൻ കത്തിച്ചാമ്പലായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ പോയി നോക്കുമ്പോണ്ട് ഒരു തസ്ബീഹ അല്ലോട് തസ്ബീഹിൽ സോഫമിലിരുന്നിട്ട് തീക്കുണ്ടാരത്തിന്റെ അടക്കുന്ന ഒരാഴ്ച ഞാൻ മേ കമ്മിങ് ടു വിശ്വസിച്ചോ എന്ന് ഇങ്ങോട്ടേക്ക് ഒന്നുകൂടി ഇതാ പറഞ്ഞത്. കണ്ടോ, ഇതൊന്നും ഉട്ടോപ്യൻ കഥകളല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. ഇത് ഫിക്ഷൻ അല്ല, ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്. മുഅ്മിനീങ്ങളെ, തവക്കുലിന്റെ അഹ്ലുകാരാവണം നമ്മൾ. അതാണ് താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന വഴി. തവക്കുലിന്റെ അഹ്ലുകാരാവണം, എങ്കിൽ രക്ഷപ്പെടും. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, ഒരു വിഭാഗം സ്വർഗത്തിലെത്തും. അവർക്ക് പക്ഷികളെ പോലെ തവക്കുല, ടെൻഷനില്ല, ബേജാറില്ല, അവർക്കൊരു ബേജാറും ഇല്ല. പക്ഷികൾക്കുള്ള രണ്ടാമത്തെ ഗുണം റിഖത്തുൽ ഖൽബ്, മൃദുല ഹൃദയമാണ്, തുറന്ന മനസ്സാണ്, സൽ സ്വഭാവമാണ്. പക്ഷികൾക്ക് അങ്ങനെ അസൂയ, വെറുപ്പ്, വിദ്വേഷം ഒന്നുമില്ല. ഒരു പൂച്ച ചത്തിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കാക്ക കണ്ടാൽ അത് ഞാൻ ഇപ്പം തിന്നിട്ട് ബാക്കി കഷ്ണം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാനൊന്നും വിചാരിക്കൂല. എല്ലാരും വാ എല്ലാരും വിളിച്ചിട്ട് കൊടുക്കൂ. അതാ കാക്ക. അസൂയില്ല, വെറുപ്പില്ല, ഹസദൊന്നുമില്ല. ആരോടും വെറുപ്പില്ലാത്ത ജീവിതം, അതാണ് ജീവികളുടെ സ്വഭാവം എന്ന് പറഞ്ഞത്. അവർക്ക് വെറുപ്പൊന്നുമില്ല. റിഖത്തുൽ ഖൽബാണ് അവർ. അവരുടെ ഖൽബ് നല്ല ശുദ്ധിയുള്ള ഖൽബാണ്. ചെറിയ ഉസ്താദിനോളം താഴ്മയുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുത്തഅല്ലിമീങ്ങളോട് എന്തൊരു സ്നേഹം, സന്ദർശകരോട് എന്തൊരു നല്ല പെരുമാറ്റം. എന്നിട്ടോ ഇത്രയൊക്കെ ഇബാദത്തും ബുർദയും ദലായിൽ ഖൈറാത്തും സ്വലാത്തും പാതിരാത്രിയുള്ള പൊട്ടിക്കരച്ചിലും എല്ലാം ഉണ്ടായിട്ടും ചെറിയ ഉസ്താദ് എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ചെറിയ ഉസ്താദ് സ്വന്തത്തെ പറയാ. ദർസിലുള്ള മുത്തഅല്ലിമീങ്ങളോട് ചെറിയ ഉസ്താദ് പറയണത് എന്താ? ഈ നാട്ടിലെങ്ങാനും ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് എന്ന ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന മഹാൻ വന്നാൽ എല്ലാവരും കാണാൻ പോകുമല്ലോ, മഹാനെ കാണാൻ പോകും. പക്ഷെ ഞാൻ പോകില്ല. എന്തേ? ഗസ്സാലി ഇമാമിനെ ഒരാളെ കണ്ടാൽ ഇയാൾ ഒറിജിനൽ മുഅ്മിനാണോ അല്ലയോ മുനാഫിഖാണോ എന്നൊക്കെ മനസ്സിലാവും.
എന്നെ കണ്ടാൽ നീ ഒന്നും ഒറിജിനൽ മുഅ്മിനല്ലടാ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പോവില്ല. ആരാ പറയുന്നത്? നൂറുലുലമ എംഎ ഉസ്താദ് എന്റെ വഫാത്തിന്റെ സമയത്ത് എനിക്ക് ഹബീബായ തങ്ങളെ കാണാൻ നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ച താജുശ്ശേരിയ പറയാണ് ഞാൻ ഒറിജിനൽ മുഅ്മിനല്ല. അതാണ് കൂട്ടരെ നല്ല മനസ്സിന്റെ ഉടമകളുടെ അടയാളം. അവിടെയാണ് നമ്മൾ താഴ്മയുള്ളവരാവേണ്ടത്, സൽസ്വഭാവികളാവണം നമ്മൾ. അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖാ. ഒരാളുടെ ഈമാൻ പൂർത്തിയാവുന്നത് സ്വഭാവം നന്നാവുമ്പോഴാണ്. യഹ്യ ഇബ്നു മുആദ് റാസി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് കുറേ അമലുകളുണ്ട്, സ്വഭാവം ശരിയില്ല എങ്കിൽ അയാളുടെ ഇബാദത്ത് കൊണ്ട് ഉപകരിക്കില്ല. ഒരാൾക്ക് തോനെ ഇബാദത്തൊന്നുമില്ല, നല്ല സ്വഭാവമാണ്, ആ കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിലെത്തും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അധിക പേരും സ്വർഗത്തിലെത്തുന്നത് സൽ സ്വഭാവം കൊണ്ടാണ്. നല്ല സ്വഭാവമാണ് നമ്മുടേത്. അസ്ഖലു ശൈഇൻ ഫിൽ മീസാൻ, നന്മയുടെ തട്ടിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള അമൽ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽ സ്വഭാവികൾക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കുന്നത് ദറജത്തു ഖായിമിൽ ലൈൽ വദറജത്തു സായിമിൻ നഹാർ. പകൽ നോമ്പനുഷ്ഠിച്ച, രാത്രി നന്ന് നിസ്കരിച്ച മുത്തഖീങ്ങളുടെ കൂലിയാണ് സൽ സ്വഭാവികൾക്ക് അല്ലാഹു നൽകുന്നത്. അവര് വരുമ്പോ തന്നെ വലിയ ആദരവാണ്. ചെറിയ ഉസ്താദിനെ പോലെ താഴ്മയോടെ, സൽസ്വഭാവത്തോടെ, തുറന്ന മനസ്സോടെ, കപടതയില്ലാത്ത ജീവിതം നമ്മൾ ജീവിക്കണം കൂട്ടുകാരെ. ആരോടും വാശിയില്ല, ഒരാളോടും വെറുപ്പില്ല. എന്ത് രസമുണ്ടാവും. ചെറിയ ഉസ്താദിന്റെ വഫാത്തിന്റെ മുന്നേ, കുറഞ്ഞ ദിനങ്ങൾക്ക് മുന്നേ പരിസരത്തുള്ളവരോട് പറയാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് പേടിയില്ല. എന്ത് പേടിയില്ല? എനിക്ക് പേടിയുള്ളത് ഏക എന്റെ ലത്തീഫിയ, അത് നിങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ എന്റെ കാര്യം, എനിക്കാരോടും കടപ്പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വെറുപ്പിച്ചില്ല, ഗീബത്തില്ല, നമീമത്തില്ല, ഫിത്നയില്ല, ഫസാദില്ല, ഒരാളോടും പൊരുത്തപ്പെടിക്കാനില്ല. ഓ, എന്താണ് അവിടുത്തെ സെൽഫ് സർട്ടിഫിക്കറ്റ്. വാലിദുർ റംലി തങ്ങൾ വഫാത്തായപ്പോ നിഹായയുടെ മുസന്നിഫായ ഇമാം റംലി തങ്ങൾ വാപ്പയെ കുറിച്ച് പറയുന്നുണ്ട്, നാട്ടുകാരെ നിങ്ങൾ ജനാസ സംസ്കാരത്തിന് വരൂ. ഖദ് സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. എന്റെ വാപ്പാന്റെ നാവ്, കരം ഒരാൾക്കും ഉപദ്രവമായിട്ടില്ല. അങ്ങനെ നമുക്ക് ജീവിക്കണ്ടേ? കേരളീയ ആലിമീങ്ങളിൽ പലരും ഉണ്ട്, അവർ അവരുടെ മക്കളോട് വസിയത്ത് ചെയ്യുന്നു. എന്ത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാട്ടു നടപ്പ് പോലെ മയ്യത്തിന്റെ അടുത്തുനിന്ന് ആരെങ്കിലും വാപ്പിയായിട്ട് സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ ഉണ്ടെങ്കിൽ മൂത്ത മോനുമായി ബന്ധപ്പെടണം. അങ്ങനെ ഒരു ബന്ധപ്പെടലും വേണ്ട, എനിക്ക് ആരോടും കടം ഇല്ല. എന്താണ് അവരുടെ ആധികാരിക ജീവിതം? കൂട്ടരെ, നമുക്ക് നന്നാവണം. ചെറിയ ഉസ്താദിനെ പഠിക്കുമ്പോ നല്ല ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. കണ്ടവരെല്ലാം ട്രോളി, എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ് ജീവിച്ചാലൊന്നും നമുക്ക് നല്ല രീതിയിൽ മരിക്കാൻ പറ്റൂല. ആരോടും കടപ്പാട്, എവിടെയെങ്കിലും കടപ്പാടിൽ വീഴ്ച വന്നുപോയാൽ അന്ന് നമ്മുടെ ആഖിബത്ത് ചീത്തയായി പോകും എന്ന് ഹാഫിള് സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അതിനൊരു തെളിവുണ്ട്. ഹാഫിള് ദഹബി പറയാൻ തന്റെ കിതാബുൽ കബായിറിൽ, ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അയാൾക്ക് പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അയാൾ ചെല്ലുന്നില്ല. അതിനായി അയാൾ പറഞ്ഞ കാരണം, ഞാനൊരു കച്ചവടക്കാരനാണ്, നന്മദിൻ എന്റെ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, തൂക്കുന്ന സമയത്ത് തുലാസിലുള്ള പൊടികൾ ഞാൻ തട്ടാറില്ല, ചിലപ്പോൾ വാങ്ങുന്നവർക്ക് അത് നഷ്ടമാവാറുണ്ട് എന്ന്. ആ തുലാസിലുള്ള സൂചി എന്റെ നാവിന് വന്നിടിക്കുന്നു, എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നില്ല. അതാണ് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞത്, മറ്റുള്ളവരെ വിഷമിപ്പിച്ചാൽ നമ്മുടെ ഈമാനിനെ ബാധിക്കും, ആഖിബത്തിനെ ബാധിക്കും. ഒരാളെയും ഉപദ്രവിക്കാത്തൊരു ജീവിതം, മുസ്ലിമായാലും അമുസ്ലിമായാലും
ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ഒരാളോടും വെറുപ്പില്ലാത്ത ജീവിതം ജീവിച്ച ശിറിയ ഉസ്താദിനെ നമ്മൾ കാണണം. നിങ്ങൾ നോക്കൂ, ഈ പരിപാടി നടക്കുന്ന സ്ഥലം, പാർക്ക് ചെയ്ത സ്ഥലം, ഇതെല്ലാം അമുസ്ലിം സഹോദരന്മാരുടേതാണ്. എന്താണ് ശിറിയ ഉസ്താദിനോട് ഇത്രയും അവർക്ക് മഹബത്ത്? അത്രയും നല്ല ജീവിതമായിരുന്നു. നമുക്ക് നല്ല സ്വഭാവത്തിന്റെ ഉടമയാവണം.